ഹലോ. അപ്പോൾ അമ്പു കുറേ ദിവസമായി പറയുന്നു ചെമ്മനാട് ഫെസ്റ്റ്, നമ്മുടെ അടുത്ത് ഫെസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ കാണാൻ പോകാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. ഇനി സമയമില്ലാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ഇങ്ങനെ മാറ്റി അമ്പു പറഞ്ഞു സ്കൂൾ തുറക്കാനായി വെച്ചാൽ ഇനിയെങ്കിലും ഒന്ന് വന്ന് കൊണ്ടുവന്ന്. നമ്മൾ കുറേ സമയം കാത്തിരുന്നു, 8:30 വരെ കാത്തിരുന്നു. എന്നിട്ട് ഈശോടെ വന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ വീടിൻ്റെ കുറച്ച് ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഒരു 8:30 ആയി നമ്മൾ പോകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം ലേറ്റ് ആയില്ലേ, കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് 10 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പു പറഞ്ഞത് സ്കൂൾ അടച്ചിട്ട് അച്ഛൻ എവിടെയും കൊണ്ടുപോയില്ല. അപ്പോൾ മുമ്പൊന്നും അവൻ അങ്ങനെ പറയലില്ലായിരുന്നു കേട്ടോ, കാരണം എന്താ വെച്ചാൽ ആൾ ചെറുതായിരുന്നില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ വളരും തോറും ഓരോരുത്തർ പോകുന്നത് കാണുമ്പോഴോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവനിപ്പോൾ അവൻ്റെ ആവശ്യങ്ങളെല്ലാം പറയാറുണ്ട്. അതുപോലെ പണ്ടൊക്കെ അവൻ ഡ്രസ്സ് എടുക്കുന്നതും നമ്മൾ പോയി എന്തെങ്കിലും എടുത്ത് വന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് അഭിപ്രായമുണ്ട്, ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ അവൻ പറയുന്ന ആ ടൈപ്പ് വേണ്ട ഈ ടൈപ്പ് വേണ്ട, അങ്ങനെ എല്ലാത്തിനും ഒരു ഇത് പറയാൻ തുടങ്ങി, അവൻ്റേതായ സജഷൻസ് പറയാൻ തുടങ്ങി അവനിപ്പോൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. അപ്പം നമ്മൾ 50 രൂപ കൊടുത്ത്, ചെറിയ കുട്ടിക്ക് ടിക്കറ്റ് വേണ്ടാന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ ഫുള്ള് കുറേ അക്വേറിയം പലതരത്തിലുള്ള മീനുകളെയാണ് കേട്ടോ കാണുന്നത്. പല ടൈപ്പ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെ കളർ കോഴിക്കുഞ്ഞുങ്ങളില്ല, അതുപോലത്തെ മീനുകൾ. അക്വേറിയത്തിലെ ഫിഷുകൾ മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മളെ ബേർഡ്സ് ഉണ്ടായിരുന്നു, ഓരോരോ പലതരത്തിലുള്ള ജീവികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പഴയകാല മിഠായികളുണ്ടല്ലോ, ആ ഒരു സെക്ഷനിലേക്ക് വരും. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് കളിക്കുന്ന സാധനങ്ങളും പിന്നെ എന്നാപ്പാ കുറേ പെന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലും പല മോഡലിലൊക്കെയുള്ള പലതരത്തിലുള്ള പെന്നുകൾ ഉണ്ടായിരുന്നു. പഴയകാല മിഠായികൾ ഞാനൊരു ജീരക മിഠായി, പുളിയച്ചാറും പിന്നെ വേറെ എന്തോ 2 എണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോന് കളിക്കാൻ വേണ്ടി 2 വണ്ടിയൊക്കെ വാങ്ങിച്ചു അവിടുന്ന്, ഇല്ലെങ്കിൽ ആകെ വഴക്ക് പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെയും കയറിയിട്ട് ഇറങ്ങിയാൽ മതിയെന്നായി. പിന്നെ നമ്മളെ മെയിൻ സെക്ഷൻ ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഇത് സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്ലേറ്റ് വാങ്ങിച്ച് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ റോളായിട്ടുള്ളത്. പിന്നെ പാവ് ബജ്ജി, അതുപോലെ പാനിപ്പൂരി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേയൊക്കെ കഴിച്ചു. പിന്നെ 2 ഐസ്ക്രീമും വാങ്ങിച്ച് നടന്നു കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളിക്കുന്ന സംഭവങ്ങളൊക്കെ, അതായത് പിള്ളേർക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഈ ഒരു 2-3 മേരി ഗോ റൗണ്ട്, പിന്നെ ഈ ഒരു സംഭവമില്ലേ ഇതിനകത്ത്. പിന്നെ ഞാൻ കയറില്ല, ഞാനൊരു പ്രാവശ്യം പള്ളിക്കര ബീച്ചിൽ നിന്ന് കയറിയത് ഇന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അതിൽ കയറുന്നില്ല എന്തായാലും. അങ്ങനെ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ വലിയവർക്ക് എന്ന് പറയാൻ നമുക്ക് ഈ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷിറ്റൂനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ അവർ നല്ല ഹാപ്പി ആയി കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മൾ പിള്ളേരെ കൂട്ടി വന്നാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിള്ളേർക്ക് മാത്രമല്ല, പിള്ളേരുടെ അമ്മമാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.